രാവിലെ പുത്ര അതുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ട മലയാളി ലോകസമാധാനത്തിന്റെ അവബോധനായ ശ്രീ ദലൈലാമയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് ലണ്ടൻ. ഒരു നദിയുടെ ഇരുപുറവും സംഘർഷഭരിതമായി ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യർക്കിടയിലേക്ക് സമാധാനത്തിന്റെ പാലപ്പെടുന്നത് അത് ഈ നാടിനെ സമർപ്പിക്കാനായി എത്തിയതായിരുന്നു ശ്രീ ദലൈലാമ. എന്നാൽ അദ്ദേഹം ഏറെക്കാലം അധിവസിച്ചിരുന്ന ലാസാ കൊട്ടാരത്തിലേക്കോ അദ്ദേഹത്തിന്റെ സ്വന്തം ലാസാ കൊട്ടാരത്തിലേക്കോ ടിബറ്റത്തെ സ്വന്തം രാജ്യത്തിലേക്കോ ഒന്ന് എത്തിനോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സംഘർഷഭരിതമാണ് അദ്ദേഹത്തിന്റെ ജന്മഭൂമി എന്നത് വർത്തമാന കാലഘട്ടത്തിലെ ദുഃഖകരമായ ഒരു വസ്തുതയായിരുന്നു. ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ മനോവ്യാപാരങ്ങളെക്കാൾ വേഗതയിൽ വിവര സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടിരിക്കും. അതിന്റെ എല്ലാം ഫലമായി ഫേസ്ബുക്കും ട്വിറ്ററും ഡിജിറ്റൽ ടിവിയും എല്ലാം ഐഫോണുകളെയും ആൻഡ്രോയിഡ് ഫോണുകളെയും എല്ലാം രൂപത്തിൽ നമ്മുടെ എല്ലാം കൈത്തലങ്ങളിൽ പോലും വന്നെത്തിയിരിക്കും. എന്നാൽ ലോകമെമ്പാടുമുള്ള മനുഷ്യ കൂട്ടക്കുരുതിയെ കുറിച്ചും ലോകമെമ്പാടും നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളെ കുറിച്ചും ബോംബ് സ്ഫോടനങ്ങളെ കുറിച്ചും ഒക്കെയുള്ള ബീഭത്സത നിറഞ്ഞ വാർത്തകളാണ് അതിലൂടെ നമ്മുടെ നവമാധ്യമങ്ങളുടെ നമ്മുടെ കൈത്തലങ്ങളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സമാധാനം എന്ന പദത്തിന്റെ അർത്ഥതലങ്ങളും അന്തസ്സതയും പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇറാഖിന്റെ തെരുവോരങ്ങളിലും ഗാസ മണ്ണിലും സിറിയയുടെ ഗ്രാമാന്തരങ്ങളിലുമെല്ലാം ഓരോ ദിവസവും അതിദാരുണമായി കൊല്ലപ്പെടുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ വാർത്തകൾ ഇന്ന് ലോകത്തൊരിടത്തും ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെടുന്ന വാർത്തകളായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ലണ്ടൻഡറിയിലേക്ക് നിങ്ങൾ ജീവിക്കുന്ന ലണ്ടൻഡറിയിലേക്ക് വന്നാൽ ഇന്ന് ആ നഗരത്തിന്റെ ഹൃദയഭാഗത്തൂടെ ഒഴുകുന്ന നദിയുടെ സ്വഭാവം പോലെ പുറമേക്ക് എല്ലാം ശാന്തമെന്ന് തോന്നുന്നുവെങ്കിലും ഇന്നലകളിൽ നടന്ന കൊടിയ കലാപത്തിന്റെ പേരിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നിരവധി ആളുകൾ പ്രതിഷേധത്തിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും വിധ്വംസക പ്രവർത്തനത്തിന്റെയും ഒക്കെ പാതയിലേക്ക് വഴുതിപ്പോകാനുള്ള പ്രതിഷേധത്തിന്റെ കനലുകളുമായി ജീവിക്കുന്ന അനവധി ആളുകൾ ലണ്ടൻഡറിയുടെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ആ ആളുകൾക്കിടയിലേക്ക് അങ്ങനെ വേദനയോടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് മഹാബലി തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചതെന്ന നന്മയുടെയും ത്യാഗത്തിന്റെയും സന്ദേശം തന്റെ മുന്നിൽ യാചകനായി എത്തിയ വാമനന്റെ മുന്നിൽ സർവസ്വവും അടിയറ വെച്ച് ചരിത്രത്തിന്റെ പാതാളത്തിലേക്ക് സ്വയം നടന്നു പോകാൻ സന്നദ്ധത കാണിച്ച ത്യാഗത്തിന്റെ സന്ദേശം അതിനേക്കാൾ ഉപരിയായി ജാതിക്കും മതത്തിനും വർഗത്തിനും ഗോത്രത്തിനും ഒക്കെ അതീതമായി മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സമാധാനത്തിന്റെ സന്ദേശം ആ വേദനിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു സ്വാതന്ത്ര്യത്തിന്റെ സാന്ദ്ര സംഗീതമായി പെരുമാറാൻ ലണ്ടൻഡറിയിലെ മലയാളികളുടെ സംഘടനയായ കേരള അസോസിയേഷന്റെ ഓരോ അംഗങ്ങൾക്കും അതിന്റെ നേതൃത്വത്തിനും കഴിയണമെന്നും അങ്ങനെ ലോകത്തിനാകെ മാതൃകയായിക്കൊണ്ട് സമാധാനത്തിന് പ്രചാരകരായി മാറാനുള്ള ഓണ സന്ദേശത്തിന്റെ സമ്മാനം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ ഓണാശംസ